നിഷ്കളങ്കരെ ചേർക്കുവാനാണ് കർത്താവ് മടങ്ങി വരുന്നത്. നിർമ്മലന്മാരെ ചേർക്കുവാനാണ് കർത്താവ് മടങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തു. ഇന്ന് പകൽ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തിൻ്റെ കുറവുകളെ കാണേണ്ട സമയമാണ്. ദൈവരാജ്യത്തിൽ കടക്കുവാൻ തടസ്സമായി എന്താണ് നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നത്? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ജഡസ്വഭാവമുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ തകർക്കുന്ന ഒരു വലിയ പാപമാണ് ഈഗോ, ഞാനെന്ന ഭാവം, ഉന്നത ഭാവം, വിട്ടുകൊടുക്കാത്ത ഭാവം, ഞാൻ പിടിച്ചതിന് എന്തോ വലുതെന്ന ചിന്ത. അതിനെ ഒരിക്കലും ചേർത്ത് പിടിക്കരുത്, കുടഞ്ഞു കളയണം. നിത്യതയെ തടയും. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിലൊക്കെ കയറണമെന്ന് ഒരു മാലാഖ ആഗ്രഹിച്ചതാ. ദൈവം വെട്ടി താഴെയിട്ടു. ഉന്നത ഭാവവും നിഗളഹൃദയമുള്ളവന് ദൈവം സഹിക്കില്ല. ദൈവം എതിർത്ത് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിത്യതയെ തടയുന്ന എന്താണ് അകത്തുള്ളത്? കണ്ടെത്തണം. പുറത്താക്കേണ്ടതിനെ പുറത്താക്കണം. വസ്ത്രം അലക്കണം, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കണം. കർത്താവിൻ്റെ വരവ് വളരെ അടുത്തു. ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം യേശുവിൻ്റെ മടങ്ങി വരവാണ്. സ്വർഗത്തിൽ പോകണം. അതിനു വേണ്ടിയാണ് ഇത്രയും കാലം കഷ്ടപ്പെട്ടത്. കർത്താവ് കാൽവറിയിൽ കഷ്ടപ്പെട്ടതും അതിനു വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, താണു കൊടുക്കാം. അതൊരു വിടുതല. താഴ്മയെ ധരിക്കാം, ക്ഷമിക്കാം, സ്നേഹിക്കാം, ചേർത്ത് നിർത്താം, കരുതാം. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ക്ഷമിക്കുന്നില്ലെങ്കിൽ അത് അപകടമാണ്. സഹോദരൻ്റെ നേരെ എന്തെങ്കിലും ഉണ്ട് എന്ന് നിൻ്റെ ഹൃദയത്തിൽ നിനക്ക് തോന്നിയാൽ, കയ്പോ പകയോ പിണക്കമോ നീരസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗം പറഞ്ഞു തീർക്കണം. കൈ കൊടുക്കണം. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും സമാധാനം ആചരിക്കാൻ ഉത്സാഹിക്കണം. കർത്താവിൻ്റെ വരവടുത്തു. സമയങ്ങൾ കടന്നു പോവുകയാണ്. എപ്പോഴാ കർത്താവ് വരുന്നത് നമുക്കറിയില്ല. പെട്ടെന്ന് വരും. കണ്ണിമയ്ക്കുന്നതിൻ്റെ ഇടയിൽ രൂപാന്തരം ഉണ്ടാവും. അന്ത്യകാലമാണ്. ജാതിയോട് രാജ്യത്തോട് എതിർക്കുന്ന സമയമാണ്. എന്താണ് മറഞ്ഞിരിക്കുന്ന പാവങ്ങൾ? കണ്ടെത്തേണ്ട സമയം, ശോധന ചെയ്യേണ്ട സമയം. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ എൻ്റെ പക്കൽ പ്രതിഫലമുണ്ട്. യേശുവിൻ്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ചാൽ വിശുദ്ധീകരണമാണ് ഫലം. കുറവുകളെ കണ്ടുണരാം. നിത്യതയ്ക്കായി ഒരുങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.